chạy đang nhìn thì cần bây giờ ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഷൂട്ടല്ല കേട്ടോ. ഇന്ന് ഓണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓണം ഓരോ ഇടങ്ങളിലും ആഘോഷിക്കുന്നത് ഓരോ തരത്തിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ ഓണം ആഘോഷിക്കുന്നത് അതായത് ഇന്നലെ ഉത്രാടം നാളിൽ തുടങ്ങിയ ഓണാഘോഷമാണ്. ഇനിയുള്ള നാളുകൾ ഓണത്തിന്റെ നാളുകളാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാമനന്റെ രൂപത്തിലുള്ള ഒരു അത്തച്ചമയമാണ്. വളരെ മനോഹരമായിട്ട് അത്തച്ചമയം ഒരുക്കിയിരിക്കുകയാണ്. മുഖപൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അത്തച്ചമയം ഒരുക്കിയിരിക്കുന്നത്. മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ എത്തുന്നവർക്ക് ആദ്യമേ തന്നെ കാണുവാൻ, അതായത് നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഓരോ ഭക്തരും കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇന്ന് രാവിലെ മുതൽ തന്നെ, തിരുവോണ ദിനമായ ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുഖപൂരപ്പന്റെ തിരുസന്നിധിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വന്ന് കയറുമ്പോൾ മുഖമണ്ഡപത്തിന് മുന്നിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു മഞ്ചാടി ഗുരുവിന്റെ ഒരു ഭരണി അല്ലെങ്കിൽ ഒരു ഉരുളി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഇവിടെ നിന്ന് ഓരോ ഭക്തരും 3 പ്രാവശ്യം ഈ മഞ്ചാടി കുരു ഇങ്ങനെ ഉയർത്തി ഈ ഉരുളിയിലേക്ക് തന്നെ ഇടുന്ന ഒരു കാഴ്ച. അത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ മഞ്ചാടി കുരുകൾ ഇങ്ങനെ ഉയർത്തി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഇങ്ങനെ ഉയർത്തി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ സഫലമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കരിപ്പൂര് മുഖപൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്കറിയാം, മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഇവിടെ ആദ്യം, അതായത് 1850 വർഷങ്ങൾക്ക് മുമ്പ് പട്ടാരക പരഞ്ചോദമതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഗർഭഗൃഹമാണ് ശിലാലിഖിതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നിപ്പോ ഇവിടെ ഈ ക്ഷേത്രത്തിന് മുഖമണ്ഡപത്തിന്റെ മുന്നിലായി ദശാവതാര ചിത്രങ്ങൾ ഒരു ഭക്തൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകളോടൊപ്പം തന്നെ ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷവും ഉയർത്തിയെടുക്കുന്നതിനായിട്ട് മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്നിപ്പോ നമുക്കറിയാം, തിരുവോണ ദിവസം ഒത്തിരി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ ഊഞ്ഞാലാടുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പായസം ഉൾപ്പെടെയുള്ളവ കമ്മിറ്റിയുടെ പണിയായിട്ട് സമർപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ വിദേശ സമിതി അംഗങ്ങളും ചേർന്ന് ഒരു പായസം പൊങ്കാല സമർപ്പിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. നമുക്കറിയാം, തിരുവോണ ദിവസം എന്ന് പറയും എല്ലാ വീടുകളിലും പായസം വെക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്നത് മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അത്തരത്തിൽ പ്രത്യേകപരമായിട്ടുള്ള പാൽപ്പായസം കൂടി ഈ തിരുവോണ നാളിൽ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച, ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ കണ്ടില്ലേ, ഊഞ്ഞാലാടിയിട്ടാണ് ഓരോരുത്തരും പോകുന്നത്. ഓരോ കുട്ടികളും, നമുക്കറിയാം ഇപ്പോൾ പല വീടുകളിലും ഊഞ്ഞാൽ കിട്ടുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഒരു വലിയ ഊഞ്ഞാലും അതുപോലെ തന്നെ ഒരു ചെറിയ ഊഞ്ഞാലും, കൊച്ചുകുട്ടികൾക്ക് ആടുന്നതിനായിട്ട് ഒരു ചെറിയ ഊഞ്ഞാൽ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള അരയാലിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. മറ്റൊരു വലിയ ഊഞ്ഞാൽ, അവിടെയും കുട്ടികളിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്, കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ. അതൊരു വലിയ ഊഞ്ഞാൽ, അതൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രം മുഖപൂരപ്പന്റെ തിരുസന്നിധിയിൽ ഇന്ന് തിരുവോണ ദിവസം നല്ല ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ തിരുവോണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് ഓരോ ഇടങ്ങളിലും ഓരോ തരത്തിലാണ് എങ്കിലും ഒരുമയുടെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഈ ഓണത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓണാഘോഷവും ഓണക്കൂടിയും ഓണപ്പുടവയും അതുപോലെ തന്നെ ഓണത്തിന് സമർപ്പിക്കുന്ന ഓണപ്പൂക്കളവും ഒക്കെ. അങ്ങനെ
മനോഹരമായിട്ടുള്ള ഓണപ്പൂക്കളം ഒരുക്കി പ്രേക്ഷകരെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുഖവരപ്പിന്റെ തിരുസന്നിധിയിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ക്യാമറമാൻ ഉണ്ണിയോടൊപ്പം അനിൽ കരിപ്പൂരാൻ, കരിപ്പൂര് മുഖവൂർ ശ്രീകൃഷ്ണ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ.